ആയി കിട്ടി നമുക്ക്. അടിപൊളി. ഇതിപ്പോ വരാല് നമുക്ക് ആ ചാലിന്ന് കിട്ടിയാലേ. ഓ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇത് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ കൊളപ്പുള്ളിക്ക് അടുത്താണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കപ്പ, നല്ല വെറൈറ്റി കപ്പ, പിന്നെ കസ്തൂരി മഞ്ഞൾ, പിന്നെ കരിമഞ്ഞൾ അല്ലേ, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉള്ള ഒരു കൃഷിയാണ് ചെയ്യുന്നത്. ഒപ്പം ഒരു വലിയൊരു നാച്ചുറൽ കുളത്തിൽ നമ്മളെ വരാലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നാടൻ വരാൽ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഓക്കെ. എൻ്റെ പേര് അജിത്ത്. അപ്പോൾ ഒരു കൃഷിക്കാരനാണ്, കർഷകനാണ്. ചെറുപ്പം മുതലേ കൃഷിയാണ്. അച്ഛനായിട്ടുള്ള കാലത്തും കൃഷി ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ അതിങ്ങനെ തുടർന്ന് ഇങ്ങനെ പോകുന്നു. എത്ര വർഷമായി? ഇപ്പോൾ ഒരു 10-30 വർഷത്തോളമായിട്ട് സജീവമായിട്ട് കൃഷിയിൽ തന്നെയാണ് ഞാൻ പറയും. പിന്നെ ഒരു 10-12 ഏക്കറോളം സ്ഥലത്ത് 2-3 സ്ഥലത്തായിട്ട് പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളും ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് പലതരം കൃഷിയാണ് ചെയ്യുന്നത്. ഓക്കെ. 32 വർഷത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വത്താണ്. കാരണം കൃഷിക്കാരെന്നൊക്കെ പറയണത് ഇപ്പോൾ ദുർലഭമാണ്. അപ്പോൾ ഇവരുള്ളവരൊക്കെ വേണം നമ്മൾ എന്തായാലും നമ്മളവരൊക്കെ അടുത്ത് പഠിക്കാൻ. അപ്പോൾ ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് കൃഷിയാണ് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൂവയാണ് കൂടുതൽ, വെള്ളക്കൂവ. പിന്നെ കുറച്ച് ഞങ്ങൾ പൊടിയാക്കുന്നുണ്ട്. മറ്റേ നമ്മൾ പണ്ടത്തെ എന്തുണ്ട്, കിഴങ്ങ് മാത്രം കൊടുത്താലും നമുക്ക് ഇന്നത്തെ കൂലിച്ചെലവ് കൂടുമ്പോൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രതിഭ ഒരു മഞ്ഞളാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കൃഷിയുണ്ട്. കരിമഞ്ഞൾ, പിന്നെ കരിയഞ്ചി, ചുവന്നഞ്ചി, അതൊക്കെ ചെറിയ തോതിലേ ഉള്ളൂ പറയാം. അല്ലാതെ നമ്മൾ ഔഷധസസ്യങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. പിന്നെ സുമോ കപ്പ പറഞ്ഞിട്ടൊരു കപ്പ, നല്ല വിളവും ടേസ്റ്റുള്ള ഒരു സൈസ് കപ്പ കൃഷിയുണ്ട്. പിന്നെ ഷുഗർ ഫ്രീ എന്ന് പേര് മാത്രമുള്ള ഒരു കപ്പയും കൃഷിയുണ്ട്. പിന്നെ നാടൻ വരാൽ ഉണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീര, അത് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ പറഞ്ഞ ഈ കൃഷി വിഭവങ്ങൾ അധികം ആരും നമ്മളെ കേരളത്തിൽ ചെയ്യാത്ത? ഇല്ല, അങ്ങനെ വ്യത്യസ്തമായിട്ട്. അതായത് കൃഷി നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പല കൃഷികളും ചെയ്യണം. അതെ. കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സുമോ കപ്പ ഉണ്ടായിരുന്നു. 35 രൂപ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടി. ഈ കപ്പ നമ്മൾ ഇപ്രാവശ്യം കടയിൽ കൊടുക്കുമ്പോൾ 25 അല്ലെങ്കിൽ 23, അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടിവണ്ടിക്കാരൊക്കെ പറിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് 18 രൂപയൊക്കെ തരുന്നുള്ളൂ അവർ പറിച്ചു കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ നമ്മൾ കപ്പ മാത്രമാണെങ്കിൽ അത്രയും റേറ്റോ കുറഞ്ഞ് നമുക്കത് മുതലാവില്ല. അപ്പം ഞങ്ങൾ പിന്നെ അത് മാറി പല കൃഷികളാകുമ്പോൾ നമുക്ക് ഒന്നുമേ ധാരാളം നമുക്ക് കൃഷി നിലനിർത്തി പോകാനുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് കൃഷിയിൽ ഇതുവരെ പരാജയം വന്നിട്ടില്ല. നമുക്ക് തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്ത് കാരണം ലീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൂവ അല്ലെങ്കിൽ കൂവ പൊടിയാക്കുക, അല്ലെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ കുറച്ച് അങ്ങനെയുള്ള സംഭവം കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുമേ പല തൊഴിൽ പെരുവെള്ളം പറഞ്ഞ പോലെ നമുക്കതങ്ങനെ കൃഷി നിലനിർത്തി പോകാനുള്ള ഇതുവരെ ഇപ്പം നമ്മൾ കോവിഡായിട്ടോ എല്ലാം ഒരു പ്രശ്നം നമുക്ക് കൃഷിയിൽ വന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വരാലിൻ്റെ പോയിട്ട് നമുക്ക് ഈ കൃഷികൾ നോക്കാം. നോക്കാം. അപ്പോൾ നമുക്ക് ആ കുളത്തേക്ക് പോയി നോക്കാം. ചേട്ടാ, ഇവിടെ ഇപ്പൊ വലിയൊരു കുളം ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ എന്തായാലും ഇതില് നാടൻ വരാല് വളർത്തുന്നുണ്ട്. അതെ, നാടൻ വരാല്. വിയറ്റ്നാം വരാലല്ല, നാടനാണ്. നാടന്. ഇത് ചെറിയ സൈസായിട്ട് കൊണ്ടിട്ടായാല്? ചെറിയ സൈസായിട്ടും. പിന്നെ നമ്മൾ ഈ പാറ്റണതൊക്കെ വലിയ സൈസൊക്കെ നമ്മളിങ്ങനെ കുളമൊക്കെ വെറ്റിച്ച് നേരത്തെയൊക്കെ പിടിക്കുന്ന ആൾക്കാരെ നമ്മൾ വാങ്ങിക്കും. അതെ. എന്നിട്ട് അങ്ങനെ കൊടുന്നിടും. ഇത് വലിയ കുളമാണ്. ഏറെക്കുറെ 10-30 സെന്റിന്റെ മുകളിൽ ഉണ്ടാവും. ഇത് 35 സെന്റോളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവും. പാറ്റാൻ പറ്റിയിട്ടുള്ള അന്തരീക്ഷമാണ്. അതായത് ചണ്ടി, പായല് എല്ലാം ഉണ്ട്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. അതെ. പിന്നെ വിറ്റാളുടെ ഈ വേസ്റ്റ് ഒക്കെ ഈ ചെടി വലിച്ചെടുക്കണുണ്ടോ ഇതിൽ? അതാണ് നമ്മള് ഓക്സിജൻ കൊടുക്കുക, അങ്ങനത്തെ വെള്ളം മാറ്റുന്ന പരിപാടിയൊന്നും ഇല്ല. അതേപോലെ വല ഇട്ടിട്ടില്ല. നമ്മള് വല ഇട്ടില്ലെങ്കിലൊക്കെ ചണ്ടി ഉണ്ടായോണ്ട് അതാണ്. പിന്നെ ഇതിന്റെ വിറ്റുള്ള ഈ വേസ്റ്റ് ഒക്കെ വിറ്റ് വലിച്ചെടുക്കുകയും ചെയ്യും. ഇത് നമ്മളെ ഈ ചണ്ടികൾ ചണ്ടി, അതാണ് അതിന്റെ മുകളിൽ വലിച്ചെടുക്കുന്ന ഒരു സൈസ് ചെടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് വെള്ളം നമ്മൾ മാറ്റുക, വെള്ളം നിറയ്ക്കുക, പിടിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. സാധനം ഈ ഇത് കണ്ടമാനത്തിൽ പാറ്റിയിട്ടുമുണ്ട്. പിന്നെ വലിയ സാധനങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ വലിയ കടി കൂടുന്നുണ്ട്. അതുണ്ട്. അത് കാരണം ഓരോ ടീമും ഓരോ സൈഡിലാണ് അറിയുക. കണ്ടമാനം പാറ്റും ചെയ്തിരുന്നു. എന്ത് ഫുഡപ്പ് കൊടുത്തത്? ഇത് ഈ പെല്ലറ്റാ കൊടുക്കണം ഇപ്പൊ. അതൊരു നേരൊക്കെ കൊടുക്കുള്ളൂ. ഇതിൽ തീരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മളിനി ആരെങ്കിലും ആളുകൾ രാത്രി ചൂണ്ടലിട്ട് പിടിച്ചു കൊണ്ടോണ്ടാച്ചിട്ട് ഈ ചണ്ടി ഒന്ന് ഫില്ലാവുന്നവരെയാണ് തീറ്റ കൊടുക്കുള്ളൂ. ഇടയ്ക്ക് ഓരോ നേരം കൊടുക്കും. അങ്ങനെ തീറ്റ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് മുതലാവില്ല. കാരണം 50 രൂപയോളം ഈ പെല്ലറ്റിന്. അപ്പോ മാത്രമല്ല, നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റിലും വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇനി തനിയെ വളരണം.
തന്നെ വളരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ ചെറിയ കുഞ്ഞുങ്ങളെയും കാണണ്ടല്ലോ ഇതിലൊക്കെ. ഇതിൽ കണ്ടമാനം പാറ്റിയിട്ടുണ്ട്, കണ്ടമാനം ഒരുപാട് സൈസ് പാറ്റിയിട്ടുണ്ട്. ഈ ഇത് പറഞ്ഞു നമ്മൾ എല്ലാ മാസത്തിലും പാറ്റുപോയി. ഇപ്പൊ നമ്മള് ഒരു പുതുമഴ ചില ആളുകൾ വിചാരിക്കും പുതുമഴയ്ക്ക് മാത്രമേ ഇത് പാറ്റുള്ളൂ, അല്ലെങ്കിൽ പുതുമഴയുടെ മുന്നെയാണ് പാറ്റെന്നൊക്കെ വിചാരിക്കുക. ഇത് നമ്മള് വൃശ്ചികത്തിലും മകരം, ധനു, കുംഭമാസത്തിലടക്കം പാറ്റും. പക്ഷെ അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതിന് നല്ല ചണ്ടി വേണം. ചണ്ടി ഇങ്ങനെ നമ്മൾ പായലുകളോ പോളകളോ ഉണ്ടെങ്കിലാണ് ഒരു പാറ്റുള്ളൂ. കുംഭമാസത്തിലടക്കം ഇവിടെ പാറ്റിയിട്ടുണ്ട്. അത് ശരിക്കും നമുക്കൊരു ഒരു ഒരു എന്താ പരിമ്പ് വട്ടത്തിലൊക്കെ അല്ലെങ്കിൽ വലിയൊരു പായ ബെഡിന്റെ വട്ടത്തിലൊക്കെ പാറ്റിയിട്ടുണ്ടാവും. ചെറിയ ചെറിയ ചൊക്ക വന്നുള്ള കളറായിരിക്കും, ധാരാളം കാണാറുണ്ട്. ഇത് ചണ്ടിയുടെ ഇടയിൽ ഇത് കാണുന്നുണ്ട്. പിന്നെ ഇവന്മാര് നല്ല പിടിച്ച് തിന്നണ് പേടിച്ചിട്ടേ, മറ്റേ നേരത്തെ ചണ്ടി ഫുള്ളാവണേറ്റപ്പോ ഇങ്ങനെ ഓരോ വട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ഇത് കണ്ടിരുന്നു. ഇപ്പൊ ഇവരെ പേടിച്ചിട്ടേ, ഇവര് ഈ ചോപ്പ് കളറൊക്കെ കാണുമ്പോ പേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഇതിലൊക്കെ കാണാണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ കാണാണ്ട്. പിന്നെ ഇത് വെള്ളം ചൂടാവണ പ്രശ്നമല്ല, അത്രയും വെള്ളം ചൂടാവില്ല. ഇതിലിപ്പോ ഒരു 5-6 തരം ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്. ഇതൊരു തരം പുല്ല്, ഇത് ഒരു തരം ഇത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. ഈ ഇത് ഒരുപാട് തരം സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പ്രത്യേക തരം കറുകയൊക്കെ ഉണ്ട് അവിടെ, വെള്ളത്തിലുണ്ടാവണ കറുകയൊക്കെ, അതൊക്കെ തിന്നിട്ട് അങ്ങനെ. ഇത് പൊന്നാങ്കണ്ണി ചീര തരം ചീരയാണ്. ഇത് നമ്മള് പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇത് നമ്മള് മറ്റേ തോരൻ വെച്ച് കഴിക്കാൻ, അതുപോലെ ജ്യൂസ് അടിച്ചു കുടിക്കാൻ, നമ്മൾ കറി വെച്ച് കഴിക്കണ തന്നെ. ഇതിന്റെ നമുക്ക് ഇല മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, തണ്ട് കഴിക്കും. പൊന്നാങ്കണ്ണി ചീര പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ചീര നമ്മുടെ പണ്ട് സ്കൂളുകളുടെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചീര. ഇത് ഒരുപാട് ഔഷധ ഗുണം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇപ്പോഴൊരു ഇത് ആളുകളൊക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഈ സംഭവം. ഇതിന്റെ ഇല മാത്രമാണ് ശരിക്കും കണ്ണിനൊക്കെ കാഴ്ചശക്തി കൂടുന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന്റെ. അത് നമ്മള് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കുമ്പോ അങ്ങനെ എവിടെയും കിട്ടാനില്ല പൊന്നാങ്കണ്ണി ചീര. നേരത്തെ ഇപ്പൊ അങ്ങനെ ഒരു ഇതെല്ലായിടത്തും ഉണ്ട്, ഇതിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഔഷധമാണ്. ഇതൊക്കെ ഞങ്ങൾ താനെ വളരുന്നതാണ്. ഇതിന് നമ്മളൊരു വള കാര്യങ്ങളോ ഒന്നും കൊടുക്കും. പണ്ടത്തെ രീതിയിൽ വളരുന്ന പോലെ നമ്മൾ ഈ ഓരോ പുതിയ നമ്മൾ വളങ്ങളും അല്ലെങ്കിൽ നാടൻ വളങ്ങളൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുമ്പോഴാണ് ഓരോന്നിനും ഓരോ കേടുകൾ പുതുതായിട്ട് വരുന്നത്. ഇതൊക്കെ പണ്ടത്തെ അതേ രീതിയിൽ വളരുമ്പോൾ ഇതിനൊരു പ്രശ്നമോ കാര്യങ്ങളോ പിന്നെ ഏത് വെയിലോ നനയ്ക്കലോ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ വേനൽക്കാലത്ത് നനയ്ക്കൊന്നുമില്ല. ഇതിന്റെ ഇല മാത്രം എടുത്തിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് കറി വെക്കുക, തോരൻ വെക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോ വരാല് നമുക്ക് ആ ചാലിന്ന് കിട്ടിയാലേ, ചാലിന്ന് കിട്ടിയതാണ്. അതാണ് വരാലെന്ന് പറയാനുള്ള കാരണം അല്ലേ. ഇതിന്റെ ഇവിടെ കണ്ടോ, നാടൻ വരാലാണ്. നാടൻ വരാല് ഇത് ഇതാണ്. ഇതൊക്കെ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല പാറ്റിയതാണ്. ഇവന്മാരെന്താ അറിയോ, ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുമ്പോ നമ്മള് ചെരിഞ്ഞ സ്ഥലമൊക്കെ വെച്ചാൽ അവര് അരിച്ചരിച്ചരിച്ച് കയറി പോകും. ഇവര് ജമ്പ് ചെയ്ത് പോവുക ചെയ്യുക, വലിയ കണ്ണന്മാരും കുട്ടികളൊക്കെ ചാടുക ചെയ്യുന്നത്. അങ്ങനല്ല, ഇവര് അരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു തിട്ടൊക്കെ ആണെന്ന് വെച്ചാൽ വെള്ളം ഒലിച്ചു വരുമല്ലോ. ചെറുതായിട്ട് മഴ ചാറുമ്പോ, വലിയ മഴയൊന്നും വേണ്ട, ആ വെള്ളത്തിന്റെ കൂടെ അവർക്ക് ആ മഴത്തുള്ളി മേത്ത് വീണാൽ മതി. ഇഷ്ടം പോലെ ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ കരയിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇട്ടാൽ ചാവൂല. ഇല്ലില്ല. ഇതിപ്പോ നമ്മള് വലുതൊക്കെ ആണെന്ന് നമുക്ക് ഒരു 7-8 മണിക്കൂർ നമ്മളൊരു വേറലിട്ടാലും ചാവാറില്ല. റോഡ് സൈഡിൽ കൂടെ ആൾക്കാർ വിൽക്കണ് കാണാറുണ്ട്, പക്ഷെ അത് അങ്ങനെ ചാവാറില്ല. അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു എത്ര ദിവസം പ്രായം? ഇതിപ്പോ എന്താണെങ്കിലും ഒരു മാസത്തിൽ പ്രായം ഉണ്ടാവുള്ളൂ. ഒക്കെ തന്നെ നമ്മളൊന്നും ചെയ്യണ്ട, തന്നെ രീതിയിലേ ഇത് നമുക്ക് ഇതിലിടാം. അതിൽ തന്നെ ഇടാം. ഇവർക്ക് പ്രത്യേക കഴിവുണ്ടല്ലേ? പ്രത്യേക നല്ല കഴിവാണ്. രോഗപ്രതിരോധശേഷി കൂടുതലാണ് അറിയാം. പിന്നെ വെള്ളം വറ്റി കഴിഞ്ഞാല് അവര് മണ്ണിന്റെ അടിയിൽ പോയി പൂന്ത് നിൽക്കും. പിന്നെ മാസങ്ങളോളം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളൊരു ഡ്രമ്മിൽ തന്നെ ഒരു മീനിനെ പിടിക്കാൻ നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് ഊക്കാണ് ഇവർക്ക്. പറഞ്ഞാൽ അങ്ങനെ വഴുക്കി പോകും. നമ്മളൊരു ഡ്രമ്മിൽ അല്ലെങ്കിൽ തൊട്ടിന്ന് തന്നെ നമ്മള് ഒരു ഫുള്ള് വെള്ളാണിച്ചാൽ തന്നെ കിട്ടാൻ ഒരുപാട് നമ്മള് പണിയെടുക്കണം. അങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. അപ്പൊ ഇത് എന്താണത് വറ്റിക്കല്? ഇത് എന്താണെങ്കിലും ഒരു കുംഭമാസം പറക്കണം. കുംഭമാസം പറഞ്ഞാലേ നമുക്ക് ഇതിന്ന് വെള്ളം ഇറങ്ങുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കലും വെള്ളം നമ്മൾ അടിച്ച് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് പറ്റിക്കില്ല. കാരണം നമുക്ക് വെള്ളം ആവശ്യമുള്ളതാണ്. നമ്മൾ വെള്ളം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം മഴ ആവുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമ്പോഴും പിന്നെ നമുക്ക് കൃഷിക്ക് നനയ്ക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ കുറഞ്ഞ് പിന്നെ സമയത്ത് കുംഭമീനം മാസത്തായിട്ടാണ് പിടിക്കുള്ളൂ. അങ്ങനെ പിടിക്കുള്ളൂ.
മറ്റേ നമ്മൾ വെള്ളാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി വരാൻ ടൈം പിടിക്കും. പിന്നെ നമുക്ക് അടുത്ത വർഷം, പിന്നെ മാത്രമല്ല ഇപ്പോൾ 1-2 വർഷമായിട്ട് കാലാവസ്ഥയും ശരിയല്ല. അതെ പല രീതിയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. ഇതാണ് നമ്മളിവിടെ കൃഷിയുടെ മെയിൻ ജലസ്രോതസ്. അതെ ഞങ്ങൾ കൃഷിയൊക്കെ നമ്മളെ പറമ്പുകളിൽ പെയ്യുന്ന വെള്ളം അവിടെ തന്നെ അങ്ങനെ നിർത്തുന്ന രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതാണ് റെഡ് സിലേപ്പിയിലെ ഇവിടെ അതൊക്കെ ഉണ്ടായില്ലേ? വലുതൊന്നും. ആകെ വെള്ളം ഇളകി മറിയുണ്ട് വന്നിട്ട്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5000 പീസോളം പോലെ ഉണ്ടാവും ശരിക്കും നമുക്ക് ഇതിൽ ഒരു അനവധി പാറ്റിയിട്ടുണ്ട്. അവരെന്നെ തമ്മിൽ പരസ്പരം ബീഡായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുള്ളൂ 5000 ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. കാരണം ഈ നമ്മൾ ഈ മറ്റേ വരാല് പാറ്റി കഴിഞ്ഞാൽ 1000കണക്കിന് പാറ്റും. പക്ഷെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് അവര് പരസ്പരം ആക്രമിച്ച് തിന്നിട്ടില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 50,000 രക്ഷപ്പെട്ടാണ് ഇപ്പൊ നമ്മളീ കാണുന്നത്. ഗ്യാപ്പുണ്ട് ഉള്ളിൽ തന്നെ 10-15 സെന്റ്. പിന്നെ പുറത്തേക്കൊക്കെ തിട്ടിനൊക്കെ വെള്ളം നിൽക്കണാണ്. ഇത്രയും ഹൈറ്റിൽ നിൽക്കണാണ് വെള്ളം. അപ്പൊ വലിയ കുളം. പിന്നെ അത് കൂടുതലും പോകാൻ സാധ്യത ഇല്ല, നാശമായി പോകാൻ. കാരണം ഇങ്ങനെ സ്റ്റണ്ടി ഉള്ളത് കാരണേ. അപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് ഒളിച്ചു നിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നല്ല ടൈറ്റിലുമാണ് ചണ്ടി. ഇപ്പൊ അവിടെ ഒരു കൊറ്റി വന്ന് നിൽക്കണുണ്ടോ? ഒരു കൊറ്റിയൊക്കെ വന്നിട്ട് അതിപ്പോ മീൻ പിടിക്കാൻ വന്നിക്കണ. പക്ഷെ കിട്ടാൻ സാധ്യത കുറവാകും പറയും. അതാണ് റെഡ് സിലേപ്പി ഇവിടെ കണ്ടോ ഒരു ചൂട്ടൊക്കെ ആയിട്ട്. റെഡ് സിലേപ്പി കിടക്കുന്നുണ്ട്. 10-600 ഗ്രാം ഉണ്ടാവില്ലേ? വലുതാണല്ലോ. അത് ഈ സീസണിൽ ഇട്ടതാ. എന്താ സംഭവം പറയും, ഈ സാധനം റെഡ് സിലേപ്പി ശരിക്കും മത്സ്യം വളർത്തുന്നവർക്ക് ഭയങ്കര ലാഭം. പെട്ടെന്ന് വലുതാവുണ്ട്. ഞങ്ങൾ നടാതെ പരിശോധിക്കുന്നത് ഒരു 6 എണ്ണം. നമ്മൾ ഇങ്ങനെ മീനൊക്കെ വിൽക്കുന്ന കടകളുണ്ട് ഇവിടെ. ചെറിയ ഇങ്ങനെ ഗപ്പിയൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടാലും നമ്മള് കൗതുകത്തിന് മേടിക്കും. അപ്പൊ അതേപോലെ അങ്ങനെ മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു 6 എണ്ണം കൊടുത്തിട്ടതാ. 6 ഉണ്ട് ഇതില് നോക്കുമ്പോ. അത് വിചാരിച്ചു എന്തായാലും ഇങ്ങനെ കളർ ഇതായത് കാരണം വല്ല കിളികളെ കാക്ക എന്തെങ്കിലും കൊത്തി കൊണ്ടുപോയിട്ടുണ്ടാവും വിചാരിച്ചു. കൊറ്റിയൊക്കെ നോക്കുമ്പോ അത് പോയിട്ടുണ്ടാവുന്ന വിചാരിച്ചു. കാരണം അതിനെ എവിടെ നോക്കിയാലും തെളിഞ്ഞ് കാണാം ആ കളറായത് കാരണേ. പിന്നീട് നോക്കുമ്പോ ഇത് ഇങ്ങനെ മണ്ടി കളിക്കുമ്പോൾ നോക്കുമ്പോ അപ്പൊ തന്നെ നല്ല വലുപ്പമായിരുന്നു. തേക്കുന്നത് പോലെ ഒരു സംശയമായി, ഈ സാധനം തന്നെ അല്ലേ ഇനി അത് വേറെ ഏതെങ്കിലും ആണോ മുന്നേ കൊടുത്തിട്ടാണോ എന്നൊക്കെ ഒരു ധാരണയായി. കാരണം പലതും നമ്മളിങ്ങനെ കൊല്ലം ഇങ്ങനെ കണ്ടൊക്കെ വാങ്ങിക്കൊടുന്നിട്ടേ. അപ്പോൾ ഇനി അങ്ങനെ ഇതായി. ഇത് പതിയെട്ടപ്പോ അവിടെ കുറച്ച് വെള്ളത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ വരാലിനെ കാണുമല്ലേ? അവിടെയുണ്ട്. ഇതൊക്കെ ഈ അവിടുന്ന് കുറച്ച് വെള്ളം ചാടി പോന്ന. ഇവർക്ക് വെള്ളം കുറച്ച് മതി. എവിടെയായാലും അവർ ജീവിക്കുമല്ലേ? അതെന്റെ പ്രത്യേകത. മറ്റുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ചത്തു പോയിട്ടുണ്ടാവും. പിന്നെ അവര് കൊക്കുന്ന് രക്ഷപ്പെട്ടു ആണല്ലോ. അതാ പോണു. ഇത് ചെറിയ കുഞ്ഞ് അല്ലേ? അതന്നെ വരാലിനെ അതും. കിടക്കും. ഇതിപ്പോ കരയിൽ തന്നെ എപ്പോഴും നിക്കണത്. പ്രത്യേക കഴിവാണ് ആ പൊത്തിലേക്ക് പോയി അല്ലേ? അതെ നല്ല വലിപ്പം വെക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. എത്ര പേര് കൊറേ ഉണ്ടല്ലോ. അപ്പൊ അഞ്ഞതൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ? അത് വരലാവണം. അവിടെയും പോയിട്ടുണ്ടാവും. 2 എണ്ണത്തിന് കിട്ടിയില്ലേ? 2 എണ്ണത്തിന് 10 രൂപയിലും വരും. ഇതിപ്പോ പുറത്താ കിടക്കണത്. ഇത് നമുക്ക് ഇനി കുളത്തേക്ക് ഇടാം അല്ലേ? കുളത്തിലേക്ക് ഇടാം തന്നെ. ഓക്കെ, കിടന്ന് വലുതാവട്ടെ. അതിപ്പോ ഇവിടുന്ന് ഇവിടുള്ള ഈ ഇങ്ങോട്ട് നീന്തി പോകാനാണ് സാധ്യത. ഭയങ്കര മഞ്ഞുണ്ട്. അപ്പൊ മഴ പെയ്യ വെച്ചിട്ടൊക്കെ. പിന്നെ അതല്ല മിനിഞ്ഞാന്നൊന്നും മഴയും പെയ്തിരുന്നു. ഇന്നലെ ഒന്നും മഴ ചാറി. അപ്പൊ അവരിങ്ങനെ നമുക്ക് 3 എണ്ണത്തിന് കിട്ടിയില്ല. 3 എണ്ണം കിട്ടി. അങ്ങോട്ടൊക്കെ പോയി അവിടെയൊക്കെ ഉണ്ടാവും ഈ ചായലിൽ കൂടെ പോയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വരാലിനെ അങ്ങനെ നോക്കി നിൽക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസം. ഇറങ്ങി പിടിക്കാറുള്ള ചില്ലറ കാര്യമല്ല, വറ്റിച്ചാലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് അജി ചേട്ടൻ അതിനെ ചൂണ്ടിടാനും നോക്കും. ചൂണ്ടിട്ടിട്ട് കിട്ടുമോ എന്ന് നോക്കണേ. അപ്പോൾ എന്താ സംവിധാനം, നമുക്ക് ഇങ്ങനെയാണ് ചൂണ്ട ഇടുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഒന്ന് ചൂണ്ടിട്ട് നോക്കല്ലേ, കിട്ടുമോ നോക്കി നോക്കാം.
ചേട്ടാ എങ്ങനെയാ ഇവര് ചൂണ്ടിടാൻ നോക്കുന്നത്? ഇത് പറഞ്ഞാൽ നമ്മള് ചൂണ്ടയില് നമ്മള് മറ്റേ നമ്മള് മൈദ ഒക്കെ ഇത് വരുന്നുണ്ടല്ലോ, മൈദ മഞ്ഞപ്പൊടി ചേർത്തിട്ട് അങ്ങനെയുള്ള ഇതിട്ടാലൊന്നും പിന്നെ കൊത്തണില്ല. ഇനി നമുക്ക് ഇത് ബീഫ് ചില്ലിയാണ്. ഇന്നലെ അപ്പൊ ഇതൊന്നും ഇട്ടിട്ട് നമുക്ക് കൊത്തുവന്ന് നോക്കാം. ഇനിയിപ്പോ ഇതും കൂടി നോക്കാം. നാടനായത് കാരണേ പെട്ടെന്ന് നമ്മൾ ഇടയ്ക്ക് തീറ്റയും കൊടുക്കുന്ന സാധനമല്ലേ പെല്ലറ്റ്. അപ്പൊ അങ്ങനെ ഒരു എടുക്കണില്ല. ഇവർക്ക് ഭയങ്കര ബുദ്ധി, ഭയങ്കര ബുദ്ധി, നല്ല ബുദ്ധിയല്ലേ. പരീക്ഷതേ ഉള്ളൂ, കൊടുത്തു നോക്കാം അല്ലേ നമുക്കൊന്ന്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ നേരം ട്രൈ ചെയ്തു, അപ്പോൾ ഒന്നും കൊത്തണില്ല. അപ്പോൾ വരാൽ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് നമുക്ക് അവരെ കിട്ടാത്തത്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വരാലിനെ കിട്ടാൻ. അപ്പോൾ നോക്കിയൊക്കെ കുറച്ചുകൂടി ബേക്കിൽ നോക്കിയൊക്കാം. ഇതെങ്ങനെയാണ് കൊടുത്താൽ മതി അല്ലേ? വലിയ കുളത്തല്ലേ? കൊളത്തു അതിൽ നടക്കുള്ളൂ അല്ലേ? ഓക്കെ, ഒന്നിട്ട് നോക്കാം നമുക്ക്. അതെ, കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഇട്ട് നോക്കാം. കിട്ടി നമുക്ക്. അടിപൊളി, നല്ല വരാലും കിട്ടിയില്ലേ? നാടൻ അതിന്റെ അടിയിലുണ്ടോ? നല്ല അടിപൊളി വരാലിനെ കിട്ടി നമുക്ക്. കാത്തിരുന്നേരം കുറെ നേരം കാത്തിരുന്നു നമ്മളല്ലേ. എന്താ അത്? അത്യാവശ്യം ഒരു 10 ഇഞ്ചിന്റെ അടുത്തായുള്ള സാധനം അല്ലേ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല, സൈഡ് മാത്രമേ ഇതായിട്ടുള്ളൂ. അതെ, നല്ല സൈസ്. അത് മോള് നല്ല ഭംഗിയുള്ള നാടൻ വരാല് നമുക്ക് കിട്ടിയതല്ലേ? ഏയ് അതായിട്ടില്ല. ആ വയറിപ്പോ ഒന്ന് പില്ലറ്റ് ഫുഡൊക്കെ കൊടുത്തോണ്ടായിരിക്കും ചിലപ്പോ. ഇതാണ് സ്നേക്ക്, നാടൻ സ്നേക്ക്. ഓക്കെ, അടിപൊളി സാധനം. അപ്പൊ ചേട്ടാ, നമുക്ക് അതിന് ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിന് കുഞ്ഞുങ്ങളെ ഒരു വലിയ വരാലിനെ കിട്ടിയല്ലേ? ബീഫ് ഇട്ടിട്ട് ഒരു വലിയ വരാല് കിട്ടി. വേറെ നമ്മള് മണ്ണീരിട്ടോ വേറെ തീറ്റ കൊടുത്തിട്ടൊന്നും കിട്ടണില്ല. ഇത് ബീഫ് ചില്ലി ഇട്ടപ്പോ സംഗതി അതിന് പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അതെ, അപ്പൊ അത് കാരണം അത് കിട്ടി, നമുക്ക് കിട്ടി അറിയാം. നമുക്ക് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താ അവിടെ? അടുത്തത് പിന്നെ കൃഷികൾ, ഇവിടുത്തെ കൃഷികളുണ്ട്. ഞങ്ങൾ ഒരുപാട് കൃഷികൾ ഉണ്ട്. അത് നോക്കലോ. ഇതാണ് കപ്പ. ഇതാണ് കപ്പ. അപ്പൊ പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നു അല്ലേ? ഇവിടെ കപ്പ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ കപ്പ, ചിലയിടത്ത് കൊള്ളി എന്നാ അറിയാം, ചിലയിടത്ത് കൊള്ളിക്കിഴങ്ങ്, അങ്ങനെ പല പേരിലും. പൂള, അതെ പൂള, പൂളക്കിഴങ്ങ് എന്നൊക്കെ ചിലയിടത്ത്. ഇത് സുമോ കപ്പ പറഞ്ഞൊരു കപ്പയാണ്. സുമോ. ഇതിങ്ങനെ നമ്മള് സാധാ കപ്പ പോലെയല്ല, മുകളിലേക്ക് പൊന്തിയിട്ട് ഇങ്ങനെ മുകളങ്ങളായിട്ട് പടർന്ന് പോണ സൈസാണ്. മറ്റേ അങ്ങനെ ഒരു തരം 2 തരം പോലെ. ഇത് അടിയിൽ നിന്ന് പൊന്തിയിട്ട് ഇങ്ങനെ മുകളങ്ങളായിട്ട് ഒരു പടർന്ന സൈസാണ്. പിന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി കുറച്ച് കൂടുതലാണ്. ഏലപ്പള്ളി രോഗം. ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ കപ്പയുടെ പേര് സുമോ കപ്പ എന്നുള്ളൊരു ഇനാണ്. ഇത് ധാരാളം പേര് കൃഷിയുണ്ട്. അത് നല്ല വിളവും നല്ല ടേസ്റ്റും. ഇത് ഞങ്ങൾക്ക് 25, 30, 40 കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. പിന്നെ ഈ വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയൊന്നും തീരെ മോശമായത് കാരണം മഴയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെയാണ്. ഇതിന്റെ കമ്പ് അങ്ങനെ ആൾക്കാർ ഇതിനുള്ളവരൊക്കെ വന്ന് മേടിക്കുക കൊണ്ടുപോകാറുണ്ട് നടാനൊക്കെ ചോദിച്ചിട്ടേ. ഇതിനുള്ളവരൊക്കെ ദൂരം നിന്നും അങ്ങനെ കപ്പ ഇവിടെ കടയിൽ കൊടുക്കുക. പിന്നെ ഇവിടെ പെട്ടിവണ്ടിക്കാർ വന്നിട്ട് എന്താ പറിച്ച് കൊണ്ടുപോകണമുണ്ട്. അവർ പറിച്ച് തൂക്കേ. പിന്നെ ഈ വർഷം വില കുറവാണ്, കഴിഞ്ഞ വർഷം നല്ല വില ഉണ്ടായിരുന്നു. നമുക്ക് നോക്കി നോക്കാം, ഒന്ന് ചെറുതൊന്ന് പറിച്ചു നോക്കാം. അതല്ല അത് വലിപ്പമുള്ള കിട്ടിയില്ലേ? ഉണ്ടാവും. പിന്നെ അടിയിലൊന്നും ഉണ്ടല്ലേ? എത്ര മാസം കൊണ്ട്? ഇത് 8 മാസം. 8 മാസം മുതൽ നമുക്ക് പറിക്കാൻ തുടങ്ങാം. ഇത്രയും കിട്ടിയില്ലേ? ഫുള്ള് ഇതുണ്ടോ? ഇത് നമ്മൾ ചെറിയ തറിയ പറിച്ചതേ. ഇതിലേക്ക് വണ്ണം കണ്ടോ? അതെന്തായാലും 10-30 കിലോ ഉണ്ടാവും. നമ്മള് ഇന്ന് ഞായറാഴ്ച ചെയ്ത കാരണം ഓർഡർ ഇല്ല. അതൊക്കെ നല്ല കനുണ്ടേ, നല്ല കനം, നല്ല വെയിറ്റ് ആണ്. ഈ 2 തന്നെ ഉണ്ടോ? അപ്പൊ ഇത് ഇതായി
ഇത് കമ്പ ഞങ്ങൾ പുതുതായിട്ട് നടുമ്പോൾ അത് നമ്മൾ എടുക്കുക. എഞ്ചി മറ്റേ ചേനയൊക്കെ അതിന്റെ ഇതാ എടുക്കുക, കിഴങ്ങ എടുക്കുക, ചേന എഞ്ചിയൊക്കെ. ഇത് ഹൈബ്രിഡ് ഐറ്റം പൂളയാണ്. അതെ, അതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല, ഇത് നമ്മളിങ്ങനെ കാർഷിക മേളകൾക്കൊക്കെ പോയി. അപ്പൊ അവിടെ അങ്ങനെ കാണുമ്പോൾ കുറെ വർഷം മുന്നേ വാങ്ങിയതാ. അത് പിന്നെ ഞങ്ങളങ്ങനെ നിലനിർത്തി പോകുന്നു. കോവിഡിന്റെ മുമ്പൊക്കെ നമ്മളിത് പറ്റതുകൊണ്ട് വലയും ചെയ്തു. ഇല്ല, വളം കാര്യമായിട്ട് വേണ്ട, രാസവളങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഒരു രാസവളം ഇടാതെയാണ് ഇപ്പൊ ഇതിങ്ങനെ ഉണ്ടായത്. ഇത് നല്ല വിളവ് കിട്ടുന്ന സൈസാണ്. ഇതിപ്പോ നമ്മൾ നല്ല വളട്ട ഒന്നുകൂടി ഇതാവും. പിന്നെ കാലാവസ്ഥ മോശം കാരണമൊക്കെ കുറച്ചും കൂടി കമ്മിയായത്. ഇത് നമ്മളെ കോവിഡ് സമയത്ത് ഒക്കെ ഇതേപോലെ തീരെ വില ഇല്ലാതെ ഞങ്ങളുടെ 32,000 കിലോ കപ്പ നാശമായി പോയി. പെട്ടെന്ന് ലോക്ക്ഡൌൺ വന്നിട്ടേ, പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സാധനത്തിനും വിലയില്ല, ഒരു 5 രൂപ കൂടി കടയിലും വേണ്ട. അങ്ങനെ പിന്നെ കമ്മിയാക്കിയത് ഞങ്ങൾ. അതിന് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് നല്ല വില കിട്ടി. 35 റുപ്യ വരെയും കിട്ടി നമ്മൾ കൊടുക്കുമ്പോഴേ. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് 25 റുപ്യക്കാണ്. ഇപ്പോൾ പെട്ടിവണ്ടിക്കാർ വന്ന് എടുത്തുകൊണ്ട് 18. ഇതിന്റെ പേര് ഷുഗർ ഫ്രീ എന്നാണ് ഇതിന്റെ പേര്. പേരിൽ മാത്രം തന്നെ ഷുഗർ ഫ്രീ ഉള്ളൂ. മറ്റേതൊക്കെ നമ്മള് മണ്ണിലുണ്ടാവുന്ന സാധനത്തിനൊക്കെ ഷുഗർ ഉണ്ടാവും. ഇത് ആ ഒരു വ്യത്യാസം ഉണ്ട്. ഇത് നമുക്ക് അങ്ങനെ മാർക്കറ്റിംഗ് സാധ്യത ഒന്നും ഇല്ല. മാർക്കറ്റിംഗ് സാധ്യത ഇല്ല. നമ്മളപ്പോൾ ഇങ്ങനെ കൃഷി ആകുമ്പോഴേ ഇവിടെ മറ്റേ ഇത് ആവശ്യക്കാരുള്ളതും ഇല്ലാത്തതുമായിട്ട് എന്ത് കണ്ടാലും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാതെ കൊണ്ട് ഓരോന്ന് ശേഖരിക്കണതാണ്. ഇപ്പം അങ്ങോട്ട് തന്നെ ഈ കരിമഞ്ഞൾ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനൊന്നും ഒരു മാർക്കറ്റ് സാധ്യത ഇല്ല. അതും കൃഷിയുണ്ട്. പിന്നെ ചുവന്നഞ്ചി, കരിയഞ്ചി, പിന്നെ പൊന്നാങ്കണ്ണി ചീര, അതേപോലെ പ്രതിഭ മഞ്ഞൾ, പിന്നെ നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ക്രീം കളർ ഉണ്ടല്ലോ, അത് 100 ഗ്രാം തന്നെ ആളുകൾ 300 രൂപയുടെ മുകളിലൊക്കെ ആമസോണിൽ മലയാളികൾ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനത്തെ കൃഷി ഒന്ന് വലിച്ചു നോക്കാം നമുക്ക്. അതങ്ങനെ ഉണ്ടാവുക. അതിന്റെ തണ്ടും കണ്ടോ? ടേസ്റ്റ് നമ്മുടെ മറ്റേ സാധാ കപ്പയുടെ ടേസ്റ്റ് ഇല്ല. ഇതിന് ചില സമയത്ത് ഒരു ചമർപ്പുണ്ടാവും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പേര് മാത്രമാണ് ഷുഗർ ഫ്രീ. അപ്പൊ നമ്മളിത് ഇതിന്റെ ഇലയൊക്കെ കാണുമ്പോഴേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഇത് മൊത്തം 5 കൂടുതലുണ്ടാവും. മൊത്തം എന്തായാലും ഒരു 6-7 കിലോനൊക്കെ ഉണ്ടാവും. ഇനി ഇതിന്റെ കിഴങ്ങ് വേണം കട്ട് ചെയ്ത് കാണിക്കണം. ഇത് കരിമഞ്ഞൾ കണ്ടിട്ട് മഞ്ഞളാണ്. നമ്മുടെ അവിടെ മാർക്കറ്റിംഗ് ഒന്നുമില്ല, പുറത്തൊക്കെ പിന്നെയും ചെറിയ ഇതുണ്ട്. ഇത് നമ്മുടെ അടുത്ത് ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളെ ചെറിയ തോതിൽ അവർക്ക് വേണം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്കൊരു ചെറിയ വിലക്ക് സോപ്പ് ഉണ്ടാക്കാനും പിന്നെ മരുന്നിന്റെ കമ്പനിക്കാരൊക്കെയാണ് വന്ന് വാങ്ങിക്കാറ്. ഇത് നമ്മൾ കണ്ടമാനം ഉണ്ടാക്കിയിട്ട് ഒരു മാർക്കറ്റിംഗ് നമ്മുടെ കേരളത്തിലില്ല. നമുക്ക് അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഓർഡർ ഉണ്ട്. ഓൺലൈനിലൊക്കെ ഇതിന് നല്ല വിലയാണ്. അപ്പൊ ഞങ്ങളൊരു ചെറിയ പൈസയൊക്കെ കണ്ട് കൊടുത്താണ്ട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുത്ത് ഒഴിവാക്കലാണ്. അപ്പം അങ്ങനെ കുറച്ച് സോപ്പ് ഉണ്ടാക്കണവർ 1-2 മരുന്ന് ഉണ്ടാക്കണവരൊക്കെ ചെറിയ തോതിൽ മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ കളറുണ്ട് അങ്ങനെ നീല വരിക. അത് നമ്മൾ ശരിക്കും മൂപ്പായിട്ടില്ല. ഇത് ശരിക്കും നല്ലൊരു കറുപ്പ് കൂടിയ നീല ഉണ്ടാവുക. ഇതതിൻ്റെ തടയാണ്. നീലക്കൂവല്ല അത്. നീലക്കൂവ പറഞ്ഞാൽ മഞ്ഞളിൻ്റെ ഇല ഡന്തിയാവില്ലേ. നല്ല ഔഷധമാണ്. മരുന്നിന്റെ ആവശ്യമാണ്. കണ്ടോ, നല്ല ഓയിൽ കണ്ടന്റ് ഉള്ള സൈസ് ആണ് ഇത്. ഇതിൽ ഇത് നമ്മളോട് മാർക്കറ്റ് ഒന്നും ഇല്ല. ഓൺലൈനിലൊക്കെ നല്ല വില കാണാറുണ്ട്. നമ്മൾ 2 കിലോനെ കിട്ടുന്നുണ്ട്. 2 കിലോനെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് 2 കൊല്ലം പറഞ്ഞതും ഉണ്ട്. നമ്മളെച്ചാലും കൃഷിയും പിന്നെ ഇതൊക്കെ നമ്മൾ അതിരുകളിലൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഈ തോരോനും കാര്യങ്ങളൊക്കെ മണ്ണിന്റെ അടിക്കടൊക്കെ വരുമ്പോഴേ ഇത് തടയാൻ വേണ്ടിയിട്ട് കുറെ വേറെ കപ്പടൊക്കെ ഉണ്ടോ ചുറ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് പ്രതിഭ മഞ്ഞളാണ്. അതതിൻ്റെ ഉള്ളിൽ ഇത് കൂവയാണ്. അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പ്രതിഭ മഞ്ഞളാണ്. ഇത് കൂവയാണ്. ഇത് നമ്മൾ വെള്ളക്കിഴങ്ങുള്ള കൂവ. അത് ഞങ്ങൾ കുറച്ച് പൊടിയാക്കണമുണ്ട്. അതങ്ങനെ നാട്ടിൻപുറത്ത് നമ്മൾ കൃഷിക്കാരല്ല. അപ്പൊ ആരെങ്കിലൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് കൂവേ. ഈ സൈസാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, വെള്ളക്കൂവ. പിന്നെ പ്രതിഭ മഞ്ഞളാണ്. അത് നമ്മൾ പറഞ്ഞ പ്രതിഭ മഞ്ഞൾ കൃഷിയുണ്ട്. അതിന് വെച്ച് കുറച്ച് കുറുമി കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതിന് ധാരാളം ആവശ്യക്കാരുള്ള ഒരു മഞ്ഞളാണ്. ഇതാണ് പ്രതിഭ മഞ്ഞൾ. ഇതാണ് നമ്മൾ ഇതെന്താ പറയുക, ഇതൊക്കെ ഇനി പറിക്കാനായി ഒക്കെ നമ്മൾ ധനു കഴിഞ്ഞാൽ മകരമ ആദ്യം പറിക്കാൻ തുടങ്ങി. ഇതാണ് നല്ല നല്ല വിളവുള്ള ഒരു സൈസാണ് പ്രതിഭ മഞ്ഞൾ. ഇതിന് നല്ല കളറായിരിക്കും മഞ്ഞൾ. ഇതിന് ശരിക്കും 1.5-2 കിട്ടാറുണ്ട്. നല്ല നോക്കിയാലും കൂടുതലും കിട്ടും. കാരണം ഇത് നമ്മൾ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മഞ്ഞളാണ്. ഇതാണ് നമ്മളെ കേരളത്തിൽ വെച്ചിട്ട് കുറച്ച് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള മഞ്ഞൾ കേരളത്തിൽ ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ളത് ഇതാണ്. ഇത് ധാരാളം പേര് കൃഷിയുണ്ട്. നമ്മളെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ ഇതിന്റെ വിത്ത് ആവശ്യമുള്ളവർക്ക് അവിടെ ഉണ്ട്. ഇത് നല്ല വിളവുകളും നല്ല കുർക്കുമിൻ കണ്ടന്റും ഓയിൽ കണ്ടന്റും കൂടുതലാണ്. ഇത് പാലക്കാടൊക്കെ അതേപോലെ ഓയിൽ കണ്ടന്റ് എടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട് തോന്നുന്നു, കഞ്ചിക്കോടൊക്കെ. ഇതിന് വിത്ത് ഇങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാറുണ്ട്. വിത്തൊക്കെ നല്ല, അതായത് ഇതിന് നല്ല കളറുമാണ്. നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ആക്കുകയാണെങ്കിലും മറ്റേ മഞ്ഞളിനേക്കായി ഒരു നുള്ളിട്ടാൽ മതി.
പിന്നെ ഇത് നമ്മൾ മഞ്ഞൾ പൊടിയിൽ കളർ കൂടെ ഒരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല കളറാണ്. ഇതിപ്പോൾ നമ്മൾ പറിക്കേണ്ട സമയം തീരെ ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പറിച്ച് കാണിക്കായിരുന്നു. നല്ല വിളവുമാണ്, നല്ല രോഗപ്രതിരോധശേഷി കൂടുതലാണ്. ഞങ്ങൾക്ക് ഇതല്ല, ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു കേടും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അവിടുന്ന് താഴത്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത റൂട്ടാണ്. പിന്നെ എല്ലാ സാധനവും കസ്തൂരി മഞ്ഞളാണെങ്കിലും ശരി ഞങ്ങൾക്ക് കണ്ടമാനം ഉണ്ട്. അതിങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണെന്ന് മാത്രം. ക്രീം കളറൊക്കെ ഉണ്ട്. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഞങ്ങൾക്ക് അവിടെ കുറെ സ്ഥലത്തുണ്ട് ഇത്. അങ്ങനെ ക്രീം കളർ വരും. ഇത് മൂപ്പാവണേ ഉള്ളൂ. ഇങ്ങനെ ഒരു വെള്ള ക്രീം കളറാണ് വരിക. ഇതിന് സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കണാണിത്. അതെ. ഇത് നമ്മുടെ മലയാളികൾ തന്നെ ആമസോണിലൊക്കെ ഉണ്ട്. നല്ല റേറ്റ് ആണ്. 100 ഗ്രാമിന് തന്നെ 300 രൂപയുടെ മുകളിൽ 100 ഗ്രാമിന് വിൽക്കുന്നവരുണ്ട്. 3000. ചില ആളുകൾ 3000-ന് മുകളിൽ വിൽക്കുന്നവരുണ്ട്. ഈ മറ്റേ സീസണിൽ തന്നെ ധാരാളം പേര് പല റേറ്റിനും വിൽക്കുന്നവരുണ്ട്. 3000-ന് മുകളിൽ വിൽക്കുന്ന മലയാളികളുണ്ട്. 3400-ന് മുകളിൽ വിൽക്കുന്നവരുണ്ട്. 3900-ന് വിൽക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അത് സൗന്ദര്യ വസ്തുക്കൾക്കും അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതാണ്. നേരത്തെയൊക്കെ ഒരു മഞ്ഞ സൈസൊക്കെയാണ് കടകളിലൊക്കെ നമ്മൾ ആളുകൾക്ക് മേടിക്കാൻ കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്കൊരു മാർക്കറ്റിംഗ് ഇല്ല. നമ്മളിത് പ്രൊഡക്റ്റാക്കി വിൽക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നമുക്കിന്നിപ്പോൾ ഒരുപാട് ആളുകൾ തൊഴിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ പട്ടം തിരിയുണ്ട്. അവർക്കൊക്കെ ചെറിയ തോതിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ അവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ നോക്കാം. ഇത് ഒന്ന് പഠിച്ചതിന് ശേഷമാണ് നോക്കാൻ പാടുള്ളൂ. കാരണം ആമസോണിൽ അവിടെ ഇവിടെ എല്ലാ സൈഡിലേക്ക് കയറിയിട്ട് ഇതിന് എന്താ സംഭവം എന്നൊക്കെ നോക്കി മാർക്കറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഉറപ്പും ധൈര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെറിയ തോതിലൊക്കെ തുടങ്ങിയ അത്യാവശ്യം നല്ലൊരു വരുമാന സാധ്യതയുള്ള സംഭവമാണ്. ഇപ്പോൾ ഇത് എത്ര നാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളൊക്കെ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. ആദ്യം നോക്കുക ആളുകൾ എന്ത് വിലയ്ക്കാണ് വിൽക്കണമെന്നൊക്കെ നോക്കുക. ചിലപ്പോൾ 1000-നോ 2000-നോ താഴെ വിൽക്കുന്നവരുണ്ടാവുമായിരിക്കാം. അപ്പം നമ്മുടെ പരിചയത്തിൽ ഒരു ടീം 3400-ന് മുകളിൽ വിൽക്കുന്നുണ്ട് 100 ഗ്രാം. പിന്നെ ഒരു ടീം 3900-ന് അങ്ങനെ അതും വിൽക്കുന്നുണ്ട്. 50 ഗ്രാം 240-ന് ആ ടീം തന്നെ വിൽക്കുന്നുണ്ട്. ഇല്ല, ഇത് കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 4 വിത്ത് ഗ്രോ ബാഗിലോ വീട്ടിലോ സ്ഥലം ഉണ്ടെച്ചാൽ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരെ വാഷ് ചെയ്യുക. അത് നല്ല തണ്ട് പഴുത്ത് ഉണങ്ങിയിട്ട് നമ്മൾ നല്ല നിലം ഡ്രൈ ആയ സമയത്താണ് ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമ്മൾ പറിച്ചെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് തണ്ട് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പറിച്ചെടുത്ത് നേരെ കഴുകി അരിഞ്ഞ് ഇളം വെയിൽ കൊള്ളിച്ചുണക്കുക. ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കുക. ഇനി പൊടിച്ച് വെക്കണമെന്നില്ല, നമ്മൾ നേരെ ഉണക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് പൊടിച്ചാലും കുഴപ്പമില്ല. ഞങ്ങളിത് പിന്നെ കുറച്ച് അരിഞ്ഞ് ഉണക്കി വെക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തോട്ടം അങ്ങനെ കണ്ടമാനം ഉണ്ട്, അതങ്ങനെ ഒന്നിച്ചിട്ട് കച്ചവടക്കാർക്ക് കൊടുക്കലാണ്. പിന്നെ ഞങ്ങളിത് പ്രൊഡക്റ്റ് ആക്കണമൊന്നുമില്ല. നമ്മൾ കുറച്ച് അരിഞ്ഞ് ഉണക്കി വെക്കുക. ഞങ്ങൾ കൂവിയും കുറച്ച് പൊടിയൊക്കെ വെക്കാറുണ്ട്. അതിന് നമ്മളിങ്ങനെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ ചൂടും ഉഷ്ണ സംബന്ധമായിട്ട് മൂത്രച്ചൂട് അത് എന്നൊക്കെ പറഞ്ഞ് ഓടി വരും പൂപ്പൊടിയും ടോച്ചിട്ട് അപ്പോൾ കൊടുക്കും. അതേപോലെ ഈ കസ്തൂരി മഞ്ഞളും ചില ആൾക്കാർ കുറേശ്ശേക്ക് ഉണക്ക മേടിക്കാറുണ്ട്. ബാക്കി പിന്നെ ഞങ്ങളിത് പ്രൊഡക്റ്റ് ആക്കണമൊന്നുമില്ല, ബാക്കിയിട്ടില്ല അതുവരെ. ഇങ്ങനത്തെ ഒരു മേഖല ഇവിടെ കപ്പ, വെറൈറ്റി കപ്പകള്, മഞ്ഞള്, കസ്തൂരി മഞ്ഞള്, ശരിക്കും ചെറിയൊരു സ്ഥലം പോയേക്ക് വളർത്താൻ ചെറിയ സ്ഥലം മതി. ചെറിയ സ്ഥലം മതി. പിന്നെ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ ഈ മഞ്ഞൾ വർഗ്ഗങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പ്രതിഭാ മഞ്ഞളാണ്. നമ്മൾ മഞ്ഞൾ സാധാ മഞ്ഞൾ ഒരുപാട് സൈസ് ഉണ്ട്. ഞങ്ങൾക്ക് പ്രതിഭാ മഞ്ഞൾ മാത്രമാണ് കൃഷി ചെയ്യുന്നുള്ളൂ. ഈ പ്രതിഭാ മഞ്ഞൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ മഞ്ഞളിനേക്കായി നമുക്കൊരു കിലോന് ഒരു 50 രൂപ 100 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾ കിട്ടും. നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് നമ്മൾ പൊടിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ മഞ്ഞളിനേക്കായി വില കൂടുതൽ കിട്ടും. പക്ഷെ അതിന്റെ 10 മടങ്ങ് വിലയാണ് ഈ സാധനങ്ങൾക്ക്, ഈ സൗന്ദര്യ വസ്തുക്കൾക്ക്. അത് ഇന്ന് ആളുകൾക്ക് ചെക്ക് ചെയ്യുക, ഇരുന്നോടത്തിരുന്ന് ചെക്ക് ചെയ്യാനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളുടെയൊക്കെ സാധനം, ഈ സാധനത്തിന് എന്താ വില റേറ്റ് വരുന്നതെന്ന് നോക്കാനുള്ള സമയം നോക്കിയാൽ അറിയാമല്ലോ. അപ്പോൾ ഇനി അതിലേക്കും കുറച്ച് കൊടുത്താലും തിരക്കടില്ല. അയച്ചിട്ട് നമ്മൾക്ക് എൻ്റെ കൂവപ്പൊടിയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന സാധനമാണ്, ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും കുറച്ചൊക്കെ ഫാസ്റ്റായിട്ട് പോകുന്ന സാധനമാണ്. അതുപോലെ തന്നെ വാങ്ങിക്കൊള്ളുന്നില്ല, കാരണം ഇതിന് വിലയും റേറ്റും കൂടുതൽ കാരണം അത് ആവശ്യം ധാരാളമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളത് പറയാൻ കാരണം ഞങ്ങളുടെ അടുത്ത് ഈ കിഴങ്ങൊക്കെ അതേപോലെ ആളുകൾ ധാരാളം വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ തോട്ടം അങ്ങനെ ഒന്നിച്ച് കൊടുക്കലുണ്ട്. പിന്നെ അരിഞ്ഞുണക്കിയതും ആൾക്കാർ മേടിക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ തോതിൽ 1000-കണക്കിനോ 100-കണക്കിനോ കിലോ പൊടിയാക്കണം എന്നല്ല, ആദ്യം ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അന്വേഷിച്ച്, അതുപോലെ നമ്മൾ ഇപ്പോൾ യുവാക്കളായാലും പ്രവാസി ഇതൊക്കെ അവസാനിപ്പിച്ച് വന്ന ആളുകളായാലും സ്ത്രീകളാണെങ്കിലും ഇന്ന് ഒരുപാട് ഇതിന് സബ്സിഡികളുണ്ട്. ഒരുപാട് 2 ഗവൺമെൻറ്റുകളും ഒരുപാട് വ്യവസായങ്ങൾക്ക് ഒരുപാട് സബ്സിഡി, ലോണ്, അതേപോലെ നമുക്ക് ചില സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചില സ്കീമിൽ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ 3 ലക്ഷം സബ്സിഡി ഉണ്ട്. ഇതിനൊന്നും വലിയ മിഷനറി സാധനങ്ങളൊന്നും വേണ്ട. ഇതിന് നമുക്ക് പറഞ്ഞ് നേരെ അരിഞ്ഞുണക്കുക, വൃത്തിയിൽ ഉണക്കുക, നമ്മൾ പൊടിക്കുക, അത് അതിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ കൊടുക്കുക, അത്രേ വേണ്ടു അറിയാം. ഇതൊന്നും വലിയ റിസ്ക്കും ഇല്ല, ലാഭം കൂടുതലാണ്. ഇതിപ്പോൾ നമുക്കൊരു 10 വർഷം കഴിഞ്ഞാൽ ഏത് കോലത്തിലാണ്, 5 വർഷം കഴിഞ്ഞാൽ വില കുറയോ കൂടും നമുക്ക് പറയാനില്ല. ഇപ്പോൾ ഇതിന് അത്യാവശ്യം ആവശ്യക്കാരുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ രീതിയിൽ, ഇതിപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൈഡായിട്ടും ചെയ്യാം. ഇപ്പോൾ പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊരു എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ
ഏജൻസികളെ പിടിക്കണം, അല്ല കടകളും കയറി ഇറങ്ങണം, നമ്മൾ പരസ്യങ്ങൾ ചെയ്യണം. ഇപ്പം അങ്ങനെയൊന്നുമല്ല. അതായത് അവരവർ കൃഷിക്കാരുണ്ടാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിലയില്ല ആൾക്കാർക്ക് വിഷയം, നല്ല ക്വാളിറ്റി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്ത സാധനം എന്നുള്ള രീതിയിൽ നല്ല മാർക്കറ്റിംഗ് സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കോപ്പടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുക. അതുപോലെ ഇപ്പോൾ തന്നെ ധാരാളം ഇപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. സ്ത്രീകൾ മാത്രം പ്രൊഡക്റ്റുകൾ വിൽക്കണ 10,000 സ്ത്രീകൾ വിൽക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ കയറിയിട്ട് ഒരു നല്ല സാധ്യതയുള്ള സംഭവങ്ങൾ നോക്കിയിട്ട് ചെറിയ രീതിയിലൊക്കെ ഇതാക്കുകയാണ് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഒരു സ്ഥലം ഉണ്ട്, ഒരു 10-15 വിത്തോ അല്ലെങ്കിൽ ഒരു കിലോ 1/2 കിലോ വിത്ത് വാങ്ങി നമുക്കത് തുടങ്ങി വെച്ച് നോക്കാം. എന്നിട്ട് അത് നീട്ടി കൊണ്ടുപോയാൽ മതി. മറ്റുള്ളതിനൊക്കെ വേറെ സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കൂവ എന്ന് പറഞ്ഞ് പൊടിയാക്കി വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളത് നേരെ നല്ല വൃത്തിയിൽ കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. ഈ മഞ്ഞളും അത്ര വലിയ പ്രശ്നം വരില്ല. നേരെ വേറെ നമ്മുടെ ഒരു അച്ചാറോ വേറെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് നമുക്ക് എത്ര നാൾ ഇരിക്കും, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിന് മാത്രമല്ല ധാരാളം ഇപ്പോൾ ഏതൊരു പഞ്ചായത്തോ നഗരസഭ എന്തോ ആയിക്കോട്ടെ, എല്ലാം നഗരസഭയാണെങ്കിൽ നഗരസഭ, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിലൊക്കെ ഈ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരോട് പോയി ചോദിച്ച് അന്വേഷിച്ചാൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതിനൊന്നും വലിയ ചിലവോ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ചിലവാക്കി കമ്പനി ഫാക്ടറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആലോചിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് നല്ലൊരു വരുമാന മാർഗം കിട്ടുന്ന സംഭവങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ അടുത്ത് കപ്പുണ്ട്, അതൊന്നും അങ്ങനെ ഒരു പ്രത്യേക ഇതായിട്ട് കാര്യമില്ല. അതായത് നമുക്കതൊന്നും ഒരു പ്രൊഡക്റ്റൊക്കെ ആക്കുകയാണെങ്കിൽ അതിന് കാര്യമില്ല. പക്ഷേ അതിനൊക്കെ വലിയ കമ്മിയായിരിക്കും. പിന്നെ അത് കുറച്ച് റിസ്ക്കുമാണ്. അതുപോലെ ഞങ്ങളുടെ കരിമഞ്ഞളുണ്ടല്ലോ, അതൊന്നും നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സാധ്യത ഉള്ളതല്ല. അതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെയാണ് വെച്ചാൽ ചെറിയ തോതിൽ കരിമഞ്ഞൾ സോപ്പ് അല്ലെങ്കിൽ കസ്തൂരിമഞ്ഞൾ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും വിൽക്കാനും അങ്ങനത്തെ സോപ്പുകളൊക്കെ കാര്യമായിട്ട് കണ്ടിട്ടില്ല ആൾക്കാർ വിൽക്കണത്. അങ്ങനെ അതാണ് ഇതിനൊന്നും കൂടുതൽ ഇത് വരണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വരുമാനം, അത് നമ്മൾ ആദ്യം അന്വേഷിച്ച് പഠിച്ചതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോടൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാധ്യതയുള്ള സംഭവമാണ്. അത്യാവശ്യം വരുമാന മാർഗം ഉണ്ടാവും ചെയ്യും പറയാം. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ വൈഫ്, ഒരു കുട്ടി, പിന്നെ അമ്മ. നിലവിൽ വീട്ടിലെ ഈ 4 പേരാണ്. പിന്നെ അനിയൻ ഉണ്ട്, ഒരു പുറത്താണ്. അനിയനും ഏട്ടനും ഉണ്ട്, ഒരു പുറത്താണ്. എങ്ങനെയുണ്ട് നമ്മളെ ഈ ചേട്ടൻ്റെ ആ ഒരു കൃഷി ഫാം? വരാലാണെങ്കിലും ഇവിടുത്തെ കപ്പകളാണെങ്കിലും മഞ്ഞളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഒരു കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടത് ഒക്കെ നമ്മൾ അജിച്ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാൻ. ഇവർ വേണം നമുക്ക് ഭാവിക്ക് നമ്മളെ ഈ ഇപ്പോഴത്തെ തലമുറ നിലനിൽക്കണമെങ്കിൽ ഇവരൊക്കെ ഇനി ഉണ്ടായേ കൂടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.